ഒരു സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക് ഓസ്കാറിൽ കുറഞ്ഞതൊന്നും കിട്ടല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായത് ആടുജീവിതം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴാണ്. മലയാളത്തിന്റെ അഭിമാനം എന്ന് വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് തന്നെയാണ് ആടുജീവിതം. ബ്ലെസ്സിയും പൃഥ്വിരാജ് ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു ദൃശ്യ വിസ്മയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതുപോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ആടുജീവിതം തന്നിരിക്കുന്നത്. 16 വർഷത്തെ ബ്ലെസ്സിയുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ എല്ലാം ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ബെന്യാമിന്റെ ആ ഒരു കഥ ബ്ലെസ്സി തന്റെ എഴുത്തിലൂടെയും തിരക്കഥയിലൂടെയും ഡയറക്ഷനിലൂടെയൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയാതെ വയ്യ. ഓഫ് കോഴ്സ് പൃഥ്വിരാജ് ഈസ് ഗ്രേറ്റസ്റ്റ് ആക്ടർ എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. ആ ഒരൊറ്റ സീനിലെ ഷോട്ട് മതി പൃഥ്വിരാജ് ആരായിരുന്നു, അല്ലെങ്കിൽ ആടുജീവിതത്തിന് പൃഥ്വിരാജ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് പൃഥ്വിരാജ് തന്റെ പെർഫോമൻസ് കൊണ്ട് പൊളിച്ചടക്കിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ആടുജീവിതത്തിലെ നജീബ്. ആ ഫസ്റ്റത്തെ സീൻ മുതൽ സിനിമ തീരുന്നവരെ പൃഥ്വിരാജിന്റെ ഓരോ അപ്പിയറൻസും ലുക്കും എല്ലാം ഡിഫറെന്റ് ആണ്. ആ ഓരോ ലുക്കിലും ഡിഫറെന്റിൽ തന്നെ പൃഥ്വിരാജ് നജീബായിട്ട്, നമുക്ക് നജീബിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നജീബ് അനുഭവിച്ചിട്ടുള്ള ആ യാതനകളും പീഡനങ്ങളും പൃഥ്വിരാജിന്റെ ഓരോ ഷോട്ടിലും ഓരോ മൂളലിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, ഗംഭീരം ഇനി വേറെ വല്ല വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ വിങ്ങും അതുപോലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഗംഭീരമാണ്. അടിപൊളി. പൃഥ്വിരാജിനൊപ്പം എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള പയ്യൻ. അതുപോലെ ഇബ്രാഹിം ഖാദിരി, ആഫ്രിക്കാരനാണെന്ന് തോന്നുന്നു. ആ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അവിടെയും കൊടുത്തിരിക്കുന്നത് ഇബ്രാഹിം ഖാദിരി എന്ന ക്യാരക്ടറിലൂടെ. ഇവരൊക്കെ നമ്മൾ ബുക്ക് വായിച്ചപ്പോൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ള ആ നോവലിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറത്ത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ബെന്യാമിൽ നിന്ന് ബ്ലെസ്സിയിലേക്ക് വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ട്. ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള രീതിക്ക് വേണ്ടി ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ പോലും അടിപൊളിയാണ്. ഒരു തരത്തിൽ പോലും ഈ 2.25 മണിക്കൂറുള്ള സിനിമ നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ആ ഒരു ഫീൽഡിൽ കൊണ്ട് സിനിമ ഇരുത്തിയിരിക്കുകയാണ്. ഈ ഫീൽഡിൽ കൊണ്ട് സിനിമ ഇരുത്തിയിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് എ ആർ റഹ്മാനാണ്. അനിരുദ്ധ് വന്നപ്പോൾ എ ആർ റഹ്മാൻ അടിച്ചുപോയെന്നാണ് പറയുന്നത്. പക്ഷെ എ ആർ റഹ്മാൻ ആരാണെന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ലോകത്തിലുള്ള ആൾക്കാർക്ക് അറിയാം. എ ആർ റഹ്മാൻ തന്നെയാണ്. ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എ ആർ റഹ്മാൻ അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ റസൂൽ പൂക്കുട്ടി, ശ്രീഹർ പ്രസാദ്, അല്ലെങ്കിൽ രജീഷ് അമ്പാടി തുടങ്ങിയിട്ടുള്ള എല്ലാവരും, മേക്കപ്പ് ആർട്ടിസ്റ്റ് മുതൽ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും തകർത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം നിർബന്ധമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. നജീബ് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. പ്രവാസികളിൽ നജീബുണ്ട്. ഒരു നജീബ് അനുഭവിച്ചിട്ടുള്ള യാതനകളും പീഡനങ്ങളും നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളെപ്പോലത്തെ, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന പ്രവാസികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനങ്ങൾ ഒന്നായിട്ടുള്ള കേരളത്തിലെ ആളുകൾ ഈ സിനിമയെ കുറിച്ച്, അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് തന്നെ. നജീബ് എന്ന കഥാപാത്രത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ, രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യതയില്ല. രാഷ്ട്രീയം ഇല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനും അപ്പുറം ഒരു ഓസ്കാർ ലെവലിലേക്ക് റീച്ച് ചെയ്യേണ്ട ഒരു കണ്ടന്റ് തന്നെയാണ്. ഒരു ഇന്റർനാഷണൽ അപ്പിയറൻസ് ആണ് ദ ഗോഡ് ലൈഫ് എന്ന ഈ സിനിമയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലത്തെ മേക്കിംഗ് ആണ്. ഒരു കാര്യത്തിലും കോംപ്രമൈസേഷൻ ഇല്ല. കിടിലനായിട്ടുള്ള ഒരു മേക്കിംഗ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഈ സിനിമ പെട്ടെന്ന് കണക്ട് ആവുമ്പോൾ മനസ്സിലാവുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, ഈ സിനിമയിൽ വെള്ളവും മണലും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് സിനിമയുടെ മൂവ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നാട്ടിലെ കാര്യങ്ങൾ നജീബ് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ, ഇത് രണ്ടിനെയും സിങ്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു തീം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ചില സീനുകൾ ഇറിറ്റേറ്റിംഗ് ആണ്. ആ കഴുകനായിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ ലുക്ക് ഓരോ ഷോട്ടിൽ നിന്നും പിന്നീട് പടം മൂവ് ചെയ്യുമ്പോൾ മാറി വരികയാണ്. അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇനിയും ഒരു വർഷം കൂടി, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഇറിറ്റേറ്റിംഗ് സീനുകൾ ഈ സിനിമയിൽ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ പതിക്കുന്ന സീനുകളാണ്. പൃഥ്വിരാജ് എനിവേ പൊളിച്ചു. ബ്ലെസ്സി, എ ആർ റഹ്മാൻ എല്ലാവരും കിടിലനാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. എ ആർ റഹ്മാന്റെ ഒക്കെ മ്യൂസിക്കാണ് ആ സിനിമ. പെരിയോനെ കുറച്ചുകൂടി വിഷ്വലൈസേഷൻ ആണ് ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതൊരു എൻഡിങ് ആണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അടിപൊളി. ആ ഷോട്ട്, ആ സീനിലേക്ക് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. കിടിലം പടമാണ് കേട്ടോ ആടുജീവിതം. നിങ്ങൾ നിർബന്ധമായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഈ സിനിമ വിജയിപ്പിക്കണം. നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്
ബെന്യാമിന്റെയും നജീബിന്റെയും പൃഥ്വിരാജിന്റെയും ബ്ലെസ്സിയുടെയും ഒക്കെ ആടുജീവിതം ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ്.